കാല യാ ബുനയ്യ, അപ്പം പിതാവിനോട് ഈ സ്വപ്നം കണ്ട വിഷയം പറഞ്ഞു. പിതാവ് പറഞ്ഞു, യാ ബുനയ്യ, ഓ മോനെ, ലാ തഖ്സുസ് റുയാക, നിന്റെ ഈ സ്വപ്നം നീ പറയണ്ട, അല ഇഹ്വത്തിക, നിന്റെ സഹോദരന്മാരോട്. അങ്ങനെ നീ പറഞ്ഞാൽ യകീദൂലക, നിനക്കെതിരെ അവർ പ്രയോഗിക്കും, തന്ത്രം പ്രയോഗിക്കും, കൈതൻ, ഒരു വല്ലാത്തൊരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്. യഹ്താലൂന, അവർ തന്ത്രം പ്രയോഗിക്കും, അവർ അടവ് പ്രയോഗിക്കും, ഫി ഹലാക്കിക, നിന്റെ നാശത്തിൻ്റെ കാര്യത്തിൽ, അതായത് നീ നശിക്കാൻ വേണ്ടി അവർ അടവ് പ്രയോഗിക്കും. ഹസദൻ, അസൂയ നിമിത്തം, ഇൽമിഹിം, എന്താ അവർക്ക് അസൂയ ഉണ്ടാകാൻ കാരണം, അവരറിഞ്ഞത് കാരണത്താൽ, ബി തവീലിഹ, അത് അവരറിയുന്നത് കാരണത്താൽ, അതിൻ്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച്. അതെന്താണ്, മിൻ അന്നഹുമുൽ കവാക്കിബ്, അവരാണ് നക്ഷത്രങ്ങളെന്നും, വശംസ ഉമ്മുക, ഷംസ് നിൻ്റെ ഉമ്മയാണെന്നും, വൽ കമറ, കമർ ചന്ദ്രൻ നിൻ്റെ പിതാവാണ്, അബൂക്ക നിൻ്റെ പിതാവാണ് എന്നും അവരറിയും. അപ്പോൾ ഇവരൊക്കെ എന്താണ്, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ, യൂസുഫ് എന്ന തങ്ങളുടെ സഹോദരൻ്റെ കീഴിൽ ഞങ്ങളൊക്കെ വരുമെന്ന വിവരം അവർ അറിയുകയാണ്. അപ്പോൾ ഇങ്ങനെ യൂസുഫ് പിന്നീട് ജീവിച്ചാൽ പറ്റിയല്ല. അപ്പോൾ യൂസുഫിനോടുള്ള അലൈഹിസ്സലാം അസൂയ നിമിത്തം അവർ പല കുതന്ത്രങ്ങളും ചെയ്തേക്കാം എന്നാണ് പിതാവ് തൻ്റെ കുഞ്ഞു മോനോട് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, തീർച്ചയായും പിശാച് മനുഷ്യന് വ്യക്തമായ ശത്രുവാണ്. ലാഹിറുൽ അദാവ, ശാസ്ത്രവും വ്യക്തമായവനാണ്. വകദാലിക, അപ്രകാരം, കമാറ ഐത, നീ കണ്ടതുപോലെ തന്നെ, അങ്ങനെ തന്നെ നീ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ, യജിതബീക യഖ്താറുക റബ്ബുക, നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്, വയുഅല്ലിമുക, നിനക്ക് പഠിപ്പിച്ചു തരുന്നതാണ്, മിൻ തഅ്വീലിൽ അഹാദീസി, അഹാദീസ് എന്ന് വെച്ചാൽ സ്വപ്നങ്ങളാണ്, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കലിൽ നിന്നും. അപ്പം സ്വപ്ന വ്യാഖ്യാനമൊക്കെ ഏറെക്കുറെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. തഅബീരി റുഇയ, റുഇയെ തഅബീർ, വ്യാഖ്യാനിക്കുക. തഅബീർ എന്ന് വെച്ചാൽ വ്യാഖ്യാനിക്കുക, സ്വപ്നത്തെ വ്യാഖ്യാനിക്കൽ നിനക്ക് പഠിപ്പിച്ചു തരും നിന്റെ റബ്ബ്. വയുതിമ്മു നിഅമതഹു അലൈക, നിന്റെ മേലുള്ള ദൈവാനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പൂർണ്ണമാക്കും. ബിന്നുബുവത്തി, എന്തുകൊണ്ട്, പ്രവാചകനാക്കൽ കൊണ്ട്. വഅല ആലി യാക്കൂബ്, യാക്കൂബ് നബിയുടെ സന്താനങ്ങളുടെ മേൽ, അല്ലെ, യാക്കൂബ് നബിയുടെ കുടുംബത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ചെയ്യേണ്ട അനുഗ്രഹത്തെയും അവനെന്താകും, പൂർത്തീകരിക്കും. ഔലാദഹു, അതായത് ആലെന്ന് ഉദ്ദേശിക്കുന്ന മക്കൾക്ക്. അപ്പോൾ യാക്കൂബ് നബി പ്രവാചകനാണ്. ഒരു മകനായിട്ട് ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും അള്ളാഹു ആക്കും. അപ്പോഴാണ് ആ അനുഗ്രഹ പൂർത്തീകരണമാവുക. കമാ അതമ്മഹ, ആ അനുഗ്രഹത്തെ, ആ നിഅമത്തിനെ പൂർത്തീകരിച്ചതുപോലെ അള്ളാഹു ബിന്നുബുവത്തി, പ്രവാചകന്മാരാക്കൽ കൊണ്ട് ആരുടെ മേൽ അനുഗ്രഹത്തെ പൂർത്തീകരിച്ച പോലെ, അലാ അബൈക, നിന്റെ രണ്ട് പിതാക്കന്മാർ, കബുൽ, ഇതിൻ്റെയും മുമ്പുള്ള രണ്ട് പിതാക്കന്മാർ ആരൊക്കെയാണ്, ഒന്ന് ഇബ്രാഹിമ വ ഇസ്ഹാഖ, പിതാവിൻ്റെ പിതാവ് ഇസ്ഹാഖും പിതാവിൻ്റെ പിതാവിൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഈ രണ്ടുപേരെയും നബിയാക്കിയതുപോലെ എന്നെ നബിയാക്കിന് നിന്നെ എന്താക്കും, നബിയാക്കും. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, അലീമും ബി ഖൽഖി, തൻ്റെ സൃഷ്ടികളെ പറ്റി വിശാലമായി അറിയുന്നവനാണ്. ഹക്കീമും ഫി സുനഹി ബിഹിം, ഈ സൃഷ്ടികളെ കൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നതിൽ യുക്തി തന്ത്രജ്ഞനുമാണ് അള്ളാഹു നിന്റെ റബ്ബ്. ലഖദ് കാന ഫി ഖബരി യൂസുഫ്, ഫി ഖബരി യൂസുഫ്, യൂസുഫിൻ്റെ വാർത്തയിൽ തീർച്ചയായും സത്യമായിട്ടുമുണ്ട്. വൈഹ്വത്തിഹി, യൂസുഫിൻ്റെ സഹോദരന്മാരുടെ വാർത്തയിലും. വഹും, അവരാരൊക്കെയാണ്, അഹദ അശറ, 11 ആളുകളാണ് വേറെ സഹോദരന്മാർ. എന്തുണ്ട്, ആയാത്തുൻ, പല ജാതി എന്തുണ്ട്, പാഠങ്ങളുണ്ട് നിനക്ക്, അല്ല, എല്ലാ ആളുകൾക്കുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ ആളുകൾക്കും ഇബറത്തിൻ്റെ പാഠങ്ങളുണ്ട്. ആർക്ക്, ലിസായിലും, ചോദിക്കുന്ന ആളുകൾക്ക്, ഹബരിഹിം, അവരുടെ വാർത്തയെ സംബന്ധിച്ച്. അഥവാ ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് 11 സഹോദരന്മാരുണ്ട്. അപ്പം യൂസുഫ് നബി അലൈഹി സ്വലാമിന് 11 സഹോദരന്മാർ, 12 മക്കളാണ് ആകെ യാക്കൂബിലേക്ക്. അപ്പോൾ യാക്കൂബ് നബി ഒന്ന് തൻ്റെ മാതൃ സഹോദരി പുത്രിയെ വിവാഹം കഴിച്ചു. ലയാന്നങ്ങാണ്ടാണ് അവരുടെ പേര്. പിന്നെ വേറൊരു അവരുടെ തന്നെ സഹോദരിയും വിവാഹം കഴിച്ചു. അവരുടെ പേര് റാഹീൽ എന്നാണ്. അപ്പോൾ 2 ഭാര്യമാർ, ലയ, റാഹീൽ. പിന്നെ 2 സഹോദരിമാരെ വിവാഹം തജ്മു ബൈനൽ ഉഖ്തൈനി എന്ന് ഖുർആനിൽ നിരോധനം വന്നിട്ടുണ്ടല്ലോ. ഒന്നുകിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്തിൽ അതെന്തില്ല, പ്രശ്നമില്ല. ഒരേ സമയത്ത് 2 സഹോദരിമാരെ ഭാര്യമാരായിട്ട് നിലനിർത്തൽ പ്രശ്നമില്ല എന്നാണ്. അല്ലെങ്കിൽ ഒരാൾ മരിച്ചതിന് ശേഷമാണ് മറ്റേ ആൾ വിവാഹം കഴിച്ചെന്ന് വെക്കണം. അപ്പം ആദ്യം വിവാഹം കഴിച്ച അതിൽ നിന്നും
6 കുട്ടികളും. രണ്ടാമത്തെ സഹോദരിയിൽ നിന്ന് വിവാഹം കഴിച്ചപ്പം അവിടെ എത്രയാണ് 2 or 4 കുട്ടികളുണ്ടായിട്ടുണ്ട്. 2 കുട്ടികളാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തേലുണ്ടായ ആളുകൾ, മൂത്ത ആൾ യഹൂദ, പിന്നെ റൂബീൽ, ഷംഊൻ, ലാവി, റോയാലൂൻ, യസ്ജർ, ഇങ്ങനെ 6 ആളുകൾ. രണ്ടാമത്തെ സഹോദരൻ ഉണ്ടായത് ഒന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമും സഹോദരൻ ബിന്യാമീൻ. അപ്പോൾ ഇപ്പോൾ എത്ര പേരായി? 8 ആളുകളായി. ഇനിയിപ്പോൾ 4 പേരുണ്ട്. അപ്പം വേറെ 4 കുട്ടികൾ അദ്ദേഹത്തിന് ഉണ്ടായത് അടിമ സ്ത്രീകളിൽ നിന്നുണ്ടായതാണ്. വേറെ 4 ആളുകൾ അടിമ സ്ത്രീകളിൽ നിന്നുണ്ടായതാണ്. അത് ദാൻ, നഫ്താലി, ജാദ്, ആഷിറോ എന്താണ്. അപ്പം സുലഫ, ബൽഹ എന്നീ 2 അടിമ സ്ത്രീകളിൽ നിന്നാണ് ഈ 4 കുട്ടികൾ ഉണ്ടായത്. അപ്പം 12 ആളുകളാണ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് സന്താനങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പം യാക്കൂബ് നബിയുടെ വാപ്പയും ഉമ്മയും യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബിയുടെ ഷഖീഖായ സഹോദരൻ എന്ന് പറയാൻ ബിന്യാമീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിന്യാമീനാണെങ്കിൽ യൂസുഫ് നബിയുടെ അനുജനാണ് താൻ. ഇനി ഉദ്കുർ, അങ്ങ് ഓർക്കണേ, ഇത് കാലു അവർ പറഞ്ഞ വേളയിൽ, അവർ എന്ന് വെച്ചാൽ എല്ലാവരും അല്ലായി, ബാലു ഇഹ്വത്ത് യൂസുഫ് അലി ബാലിഹിം, അവർ എല്ലാവരും ആവാം. എന്നാലും കുറച്ച് ആൾക്കാരോട് പറഞ്ഞ വേള എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ സഹോദരന്മാർ കൂടിയിരിക്കുമ്പോൾ പറയാണ് ല യൂസുഫു മുബത്തതാണ്. അപ്പം ലാമ് ഇബ്തിദാഇന്റെ ലാമാണ്. യൂസുഫ്, തീർച്ചയായും യൂസുഫും വ അഹൂഹു, യൂസുഫിൻ്റെ സഹോദരൻ, ഷഖീഖുഹു അവൻ്റെ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ, ബിന്യാമീനും അഹബ്ബു എന്നുള്ളത് ഖബറുൻ, അത് ഖബറാണ്. അത് അഹബ്ബു ഇലാ അബീന, നമ്മളുടെ പിതാവിന് കൂടുതൽ പ്രിയമുള്ള ആളുകളാണ്, മിന്ന നമ്മളെക്കാൾ. അപ്പം ഈ അഹബ്ബ് ഇല കൊണ്ട് വിട്ട് കിടക്കുകയാണെങ്കിൽ അതെന്താണ്? മെഹബൂബിൻ്റെ അർത്ഥത്തിലാണ്. അപ്പം മെഹബൂബ്, കൂടുതൽ ഹുബ്ബ് ലഭിച്ച ആൾക്കാരാണ്. നമ്മുടെ പിതാവിന് നമ്മളെക്കാൾ കൂടുതൽ ഹുബ്ബ് യൂസുഫിൻ്റെ സഹോദരൻ ബിന്യാമിനോടുമാണ്. വനഹ്നു ഉസ്ബ, നമ്മൾ ജമാഅത്തുൻ, ഒരു ഉസ്ബയാണ്, അഥവാ ഒരു സംഘം തന്നെയുണ്ട്. എന്നിട്ട് നമ്മളെക്കാൾ ഇഷ്ടം 2 ആൾക്കാരെയാണ്. ഇന്ന അബാന, തീർച്ചയായും നമ്മുടെ പിതാവ് ലഫി ലലാലിൻ ഖതഇൻ, പിഴവിൽ തന്നെയാണ്, മുബീൻ, വ്യക്തമായ പിഴവിലാണ്, തെറ്റുപറ്റി അദ്ദേഹത്തിന്, ബയ്യിൻ, വ്യക്തമായ, ബീസാരി ഹിമാലയനെ നമ്മൾ ഇത്ര തണ്ടും തട്ടിയുള്ള നമ്മളെക്കാൾ 2 ചെറിയ ആൾക്കാരെ തിരഞ്ഞെടുത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പിഴവ് അദ്ദേഹത്തിന് പറ്റിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒക്കുത്തുലു യൂസുഫ, നിങ്ങളൊന്നെങ്കിൽ യൂസുഫിനെ കൊല്ലുക, ഇത്രഹു, അല്ലെങ്കിൽ പാടെ ഉപേക്ഷിക്കണം, അർദൻ, ഏതെങ്കിലും ഒരു നാട്ടിൽ, അതായത് ബി അർദിൻ, ഇത് ദൂരെയുള്ള ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുവിടണം. യഹ്ലുലക്കും, അങ്ങനെ ചെയ്താൽ യഹ്ലുലക്കും, ഖാലിയാകും, യഹ്ലുലക്കും ഖാലിയാകും, അത് ഒഴിവായി കിട്ടുന്നു നിങ്ങൾക്ക്, ലക്കും വജു അബീക്ക്, നിങ്ങളുടെ പിതാവിൻ്റെ മുഖം, അഥവാ നിങ്ങളുടെ പിതാവിൻ്റെ തൃപ്തി നിങ്ങൾ മാത്രം ഒതുങ്ങും. അവരെ പിന്നെന്തായി, നഷ്ടപ്പെട്ടു പോയാൽ പിന്നെന്തില്ല. അപ്പോൾ യൂസുഫ് പോയാൽ തന്നെ ഏറെക്കുറെയൊക്കെ സംഗതി റെഡിയാകും. പിന്നെ നമുക്ക് നമ്മുടെ പിതാവ് നമ്മുടെ ഇഷ്ടത്തിൽ തന്നെയാകും. ബി യഖ്ബല അലൈക്കും, എങ്ങനെ നിങ്ങളുടെ പിതാവ് നിങ്ങൾ സ്വീകരിക്കും, പിതാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കും. വല അൽത്തഫത്തിലോ ആയിരിക്കും, നിങ്ങളല്ലാത്തവരിലേക്ക് പിതാവ് തിരിഞ്ഞു നോക്കുകയുമില്ല. അപ്പം നിങ്ങൾക്ക് പിതാവിന് അങ്ങനെ സൗകര്യത്തിൽ കിട്ടും. വതകൂനു മിംബാദിഹി, ഇതൊരു ചെറിയ തെറ്റ് ചെയ്താൽ മതി, ഒന്ന് കൊല്ലുക, അല്ലെങ്കിൽ എന്താ എങ്ങോട്ടെല്ലാം കൊണ്ടേ കളയുക. പിന്നെന്ത് ചെയ്യാം? വതകൂനു, നിങ്ങൾക്കാവാമല്ലോ, മിംബാദിഹി, അതിൻ്റെ ശേഷം, അതായത് ബാദ ഖത്ലി യൂസുഫ് ഔ തർഹിഹി, യൂസുഫിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ യൂസുഫിനെ ഉപേക്ഷിച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് ആവാമല്ലോ, ഖൗമൻ സാലിഹീൻ, നല്ല ആൾക്കാരാവാമല്ലോ. എന്താ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പോരെ, പടച്ചവൻ പശ്ചാത്താപം സ്വീകരിക്കില്ലേ? ഖാല ഖായിലും മിൻഹും, അവരുടെ കൂട്ടത്തിൽ പറയുന്ന ഒരാൾ പറഞ്ഞു, ഹുവ, അത് മൂത്തവനായ യഹൂദയാണോ രണ്ടും പറയാറുണ്ട്. അത് അറബികൾ ആയപ്പോൾ അതിൻ്റെ പുള്ളി ഒഴിവാക്കി അത് ശരിക്കും യഹൂദയാണ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ലാ തഖ്തുലു യൂസുഫ, നിങ്ങൾ യൂസുഫിനെ കൊല്ലല്ലേ, അൽകൂഹു, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? യൂസുഫിനെ ഇട്ടോ. നിങ്ങൾക്ക് കൊല്ലണം എന്നാഗ്രഹം, കൊല്ലണ്ട, തൽക്കാലം എന്ത് ചെയ്യുക? ഇട്ടോ, എവിടെയെങ്കിലും കൊണ്ട് ഇത്രഹു, നിങ്ങൾ യൂസുഫിനെ ഇട്ടാൽ മതി, കൊല്ലാൻ നിൽക്കണ്ട. ഫി ഗയാബത്തിൽ, ജുബിൻ്റെ ഗയാബത്തിൽ വെച്ചാൽ ഇരുട്ടുകൾക്കുള്ളിൽ, അതായത് ഇരുട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമുൽ ബിർ, ജുബ് എന്ന് വെച്ചാൽ ബിറാണ്. ശരിക്ക് ജുബ് എന്ന് വെച്ചാൽ വക്ക് കെട്ടാത്ത കിണറാണ്. അപ്പം കിണറ്റിൻ്റെ ഉള്ളിൽ ആഴത്തിൽ, നല്ല ആഴമുള്ള ഒരു ഇരുട്ടുള്ള കിണറ്റിൽ കൊണ്ടുപോയിട്ട്, ഓഫി ഖിറാഅത്തിൻ, മറ്റൊരു ഖിറാഅത്തിൽ ബിൽ ജമി, ഹൊയാ ബാത്തിൽ ജുബി എന്നുണ്ട്.
യൽത്തക്കിത്തു അങ്ങനെ ഇട്ടാലോ യൽത്തക്കിത്തുഹു ബാലു സയ്യാർത്തി ഏതെങ്കിലും യാത്രാ സംഘം അവനെ എടുത്തോളും പെറുക്കിയെടുത്തോളും അൽ മുസാഫിരീൻ യാത്രക്കാരെന്നുള്ള ആരെങ്കിലും എന്തായി എടുത്തോളും അതിലൂടെ പോകുന്ന ഇൻകുന്തും ഫായിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻകുന്തും ഫായിലിനെ മാ അറത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ തഫ്രീഖി എന്തായാലും സഹോദരനെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. വീട്ടിൽ നിങ്ങൾക്ക് നിർത്താൻ താല്പര്യമില്ലെന്ന് കൊല്ലാൻ നിൽക്കണ്ട, നിങ്ങൾ ആ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. അപ്പോൾ ഫക്തഫു ബിദാലിക നിങ്ങൾ അത് എന്താക്കുക ഈ ഫക്തഫു അല്ലേ ഇക്തഫ യക്തഫി ഫക്തഫു എന്ന് വായിക്കാം. ഫക്തഫു നിങ്ങൾ എന്താക്കുക ബിദാലിക അത് മതിയാക്കുക, അതിൻ്റെ അപ്പുറം ചെയ്യാൻ നിൽക്കണ്ട. കാലു അങ്ങനെ അവരെന്തായി പിതാവിൻ്റെ അടുക്കൽ പോവാണ്. യാ അബാന ഞങ്ങളുടെ പിതാവേ മാലക്ക താങ്കൾക്ക് എന്താ പറ്റിയത്? ലാ തഅ്മന്ന അവിടെ ലാ തഅ്മന്ന നമുക്ക് ഒരു 2 ഖിറാഅത്തുകളുണ്ട്. നമ്മൾ സാധാരണ ഓതാറുള്ളത് ഇവിടെ ലാ തഅ്മന്ന ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നില്ല. ലാ തഅ്മന്ന ലാ തഅ്മന്ന ഞാൻ ഓതുന്ന 2 കോലത്തിലാണ്. അഥവാ ഈ കേക്കലിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ഓതുമ്പം ആദ്യത്തിൽ എന്താണ് ഒരു ലമ്മ് ചെയ്യുന്നത് പോലെ എൻ്റെ ചുണ്ടിനെ വളയ്ക്കും. ചുണ്ടിനെ വളച്ചാൽ പോലും എന്താവില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. എന്നെ കാണുന്നവർക്ക് മാത്രമേ എന്താവുള്ളൂ ലാത്ത മന്നായും വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പം ഓതുമ്പോൾ എന്ത് ചെയ്യണം, ചുണ്ടൊന്ന് വളയ്ക്കുക, ശബ്ദത്തിൽ വ്യത്യാസം വരില്ല. അതിന് ഇഷ്മാം എന്ന് പറയും. അല്ലെങ്കിൽ റൗമായിട്ട് അവിടെ ഓതാം. അഥവാ അപ്പം നുനാന്നുണ്ടാവും, പക്ഷെ നു എന്നത് എന്താണ് ശബ്ദം കുറയ്ക്കുക, എന്നിട്ട് നാ എന്നുള്ള സാധാരണ ശബ്ദത്തിൽ. അപ്പം അപ്പോൾ അപ്പം നു എന്ന് പറയുന്നത് വളരെ കുറച്ചുണ്ടാകും. അപ്പം ശരിക്കും അതിൻ്റെ തമനുന എന്നാണ് അതിൻ്റെ ഒറിജിനൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരും ഇവിടെ എന്തായിട്ടില്ല ഇൽഹാറാക്കിയിട്ടില്ല. തമനുന എന്ന് ആരും ഓതിയിട്ടില്ല. അപ്പം ചില ആൾക്കാർ തമന്ന അപ്പം നുനാന്ന് നു ചെറുതായിട്ട് ശബ്ദം കുറയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് ഇഷ്മാന്ന് ഒരേപോലെ ഓതും, പക്ഷെ ചുണ്ട് മാത്രം വളയ്ക്കും. എന്താവട്ടെ തമന്ന അല യൂസുഫ നിങ്ങൾ എന്താണ് അമ്ന് നൽകുക, അതായത് വിശ്വസിക്കാത്തത്, നിങ്ങൾക്ക് എന്താ വിശ്വാസം ഇല്ലാത്തത്? അല്ല യൂസുഫിൻ്റെ കാര്യത്തിൽ അല്ലേ തമന്ന ഞങ്ങളെന്താ വിശ്വസിക്കാത്തത്? തമന്ന എന്ന് വെച്ചാൽ ഞങ്ങളെന്താ താങ്കളെ വിശ്വസിക്കാത്ത പിതാവ്, നിങ്ങൾക്ക് എന്താ പറ്റുക, നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് വിശ്വാസം ഇല്ലാത്തത്? അല്ല യൂസുഫിൻ്റെ വിഷയത്തിൽ വൈന്നാലഹു ഞങ്ങളല്ലേ അവന് നാസിഹൂൻ ഗുണകാംക്ഷികൾ തന്നെയല്ലേ, ഖായിമുൻ ബി മസാലിഹി അവൻ്റെ ഗുണവശങ്ങൾ കൊണ്ട് നിലകൊള്ളുന്ന ആളുകളല്ലേ, അവനെന്താ നന്മ അത് ഞങ്ങൾ താല്പര്യപ്പെടുന്ന ആളല്ലേ, അവന് ദോഷം വരാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമല്ലോ, പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ എന്ന് ഉപ്പയോട് ഇവർ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുക, അർസിൽഹു നിങ്ങൾ അയക്കണം ഇവനെ യൂസുഫിനെ ഞങ്ങളോടൊപ്പം ഹോദൻ നാളെ സഹറ മരുഭൂമിയിലേക്ക്. നർത്ത അവൻ എന്ത് ചെയ്യട്ടെ, സഹറ എന്ന് വെച്ചാൽ മരുഭൂമി എന്നല്ല, മേച്ചിമ്പുറമാണ് ഉദ്ദേശിക്കുന്നത്. നർത്ത ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞങ്ങൾ ഉല്ലസിക്കട്ടെ, അവിടെ നിന്ന് പഴവും മറ്റുമൊക്കെ പറിച്ചും ഭുജിച്ചും ഒക്കെ. നെൽ അബ് ഞങ്ങൾ കളിക്കട്ടെ. ബിന്നൂനി വലിയ ഈ 2 ഖിറാഅത്തുണ്ട്, യർത്ത വയൽ അബ് അല്ലെങ്കിൽ നർത്ത വനൽ അബ്. നമ്മുടെ ഖിറാഅത്ത് എങ്ങനെയാ, കാലു യാ അബാന മാലക ലാ തഅ്മന്ന അലാ യൂസുഫ് വഇന്ന ലഹു നാസി അർസിൽഹു മാനാ ഖദ യർത വയൽ അബു എന്നാണ് നമ്മുടെ ഖിറാഅത്ത്. ഫിഹിമ 2ലും നൂനും യാ ഓതിയിട്ട്, അതായത് നഷാത്ത് ഞങ്ങൾ ഉന്മേഷവന്മാരാവട്ടെ ആ യൂസുഫിനെ കൂടെ കൂട്ടിയിട്ട്. നത്തസി ഞങ്ങളിങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ നടന്നു പോട്ടെ, ഞങ്ങൾക്കൊരു വിശാലത കിട്ടട്ടെ എന്നൊക്കെ അർത്ഥം. അതാണ് നെൽ അബിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഇന്ന ലഹു ലഹാഫിനും തീർച്ചയായും ഞങ്ങൾ അവനെ നോക്കിക്കോളാം, ഞങ്ങൾ അവനെ സംരക്ഷിച്ചോളാം. അപ്പം ഈ പിതാവ് പറഞ്ഞു, ഇന്നി തീർച്ചയായും ഞാൻ യഹസുനി എനിക്ക് നല്ല ദുഃഖമുണ്ട് കേട്ടോ, അൻ തദ്ഹബൂ നിങ്ങൾ പോകുന്നത് എന്നെ ദുഃഖിപ്പിക്കുന്നു. ഹസന യഹ്സുനു ആണെങ്കിൽ ദുഃഖിപ്പിക്കുക എന്നും ഹസിന യഹ്സനു ആണെങ്കിൽ ദുഃഖിക്കുക എന്നും അർത്ഥം. അപ്പം എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട് നിങ്ങളീ പോകുന്നത് ബിഹി ഇവനെയും കൊണ്ട് ലി ഫിറാഖിഹി എന്താ കാരണം, അവൻ എൻ്റെ അടുത്ത് നിന്ന് പോവല്ലേ, എൻ്റെ അടുത്ത് എപ്പോഴും യൂസുഫ് വേണം, ചെറിയ മോനല്ലേ, അപ്പോൾ എപ്പോഴും വേണം, അവൻ പോകുമ്പോൾ എനിക്കൊരു വേർപാടിൻ്റെ വേദനയാണ്, എനിക്ക് ദുഃഖമാണ് എനിക്ക്. അഹാബ് ഞാൻ പേടിക്കുകയും ചെയ്യുന്നുണ്ട്, കുലഹു ദിബ് വല ചെന്നായി അവനെ വന്ന് പിടിച്ച് തിന്നുമെന്ന്. അൽ മുറാദ് ബിഹിൽ ജിൻസു ഇവിടെ അദീബ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം ജിൻസാകും, എന്ത് ആ ചെന്നായിയുടെ ജിൻസ്. അപ്പം ജിൻസിനെ പരിഗണിച്ചിട്ടാണ് അലിഫ്ലാം കൊടുത്തത്, അല്ലാതെ ആ ചെന്നായ എന്ന അർത്ഥത്തിലല്ല. ഏതെങ്കിലും ഒരു ചെന്നായ എന്നറിയപ്പെട്ട വിഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ഏതൊരു ചെന്നായ. അപ്പം മാനയിൽ നെക്കറയാണ്, പക്ഷേ ലഫ്ദിൽ എന്താണ് മാരിഫയാണ്. അപ്പോൾ ഇത് നഫായിസ് പോലെയുള്ള
നമ്മുടെ ബലാഗയുടെ കിതാബിലൊക്കെ ഈ ഉദാഹരണം കൊടുക്കാറുണ്ട് ആ രൂപത്തിൽ. കാനത്ത് അർളും അവരുടെ സ്ഥലവും കസീറത്ത് ഒരുപാട് ചെന്നായുള്ള സ്ഥലമാണ് ഇവർ പോകുന്നത്. പിന്നെ വേറൊരു സാധ്യത ഞാൻ പറയാണ്, തഫ്സീറിൽ ഇങ്ങനെ കാണാം. എന്താണ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം ഇങ്ങനെ കണ്ടതായിട്ട് സ്വപ്നത്തിലോ മറ്റേ ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചെന്നായ പിടിക്കുന്നതായിട്ട്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ട ആ ചെന്നായ അവനെ പിടിക്കുമോ എന്ന് എനിക്ക് പേടിയാണ് എന്നതിനും ഒരു അദ്ഇബ് കൊണ്ടുള്ള ഒരു സാധ്യത മാത്രം. അല്ലാഹു അലം ബിസ്സവാബ്. വഅൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങളിങ്ങനെ അവനെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ വല്ല ചെന്നായ വല്ല തിന്നുമോ, ആ ചെന്നായ വന്ന് തിന്നുമോ എന്ന് എനിക്ക് പേടി, അതെനിക്ക് ദുഃഖമാണ്, ഞാൻ പേടിക്കുന്നു. മഷൂലൂൻ, ഗാഫിൽ എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പണിയിൽ വ്യാപൃതരായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പല പണി ഉണ്ടാവുമല്ലോ. കാലൂ, അവർ പറഞ്ഞു, ല ഇൻ അക്കലഹു ദിബു, യൂസുഫിന് എങ്ങാനും ആ ചെന്നായ, നിങ്ങൾ പറയുന്ന ചെന്നായ യൂസുഫിന് എങ്ങാനും തിന്നാൽ വനഹനു ഉസ്ബ, ഞങ്ങൾ ജമാഅത്ത് ഒരു സംഘം തന്നെയുണ്ട്, ആ നിലക്കെങ്ങാനും യൂസുഫിന് ചെന്നായ പിടിച്ചാലേ ഇതല്ല ഹാദർ, തീർച്ചയായും ഞങ്ങൾ പരാജിതർ തന്നെയല്ലേ, ആജിസൂന, ഞങ്ങൾ ദുർബലരെന്നല്ലേ വരിക, അതുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാവൂല. ഫഅർസിൽഹു, അതുകൊണ്ട് അങ്ങ് അവനെ അയക്കണം, ആഹും ഞങ്ങളോടൊപ്പം.